friends, welcome to English class. Today we are going to discuss a new, interesting and a beautiful story written by Ruskin Bond. The story is Adventures in a Banyan Tree. Okay, first of all, let's talk about our unit a little. The name of the title of the unit is Glimpses of Green. Glimpses means a partial view, ഒരു എത്തിനോട്ടം. Green means green, പച്ചപ്പ്, പച്ചപ്പിലേക്കുള്ള ഒരു എത്തിനോട്ടം. This unit starts with a quote, a statement. What is that? Nature is not a place to visit. പ്രകൃതി സന്ദർശിക്കാനുള്ള ഒരു സ്ഥലമല്ല. It's a home. പ്രകൃതി നമ്മുടെ വീടാണ്. I would like to ask you a question. Do you like nature? I hope all of your answer is yes. We like nature very well. We like to see the beauty of the nature. We like to hear the sounds of the nature. Okay, because the nature attracts us well. Okay, see, the first chapter of the first unit is Adventures in a Banyan Tree. ഒരു ആൽമരത്തിലെ സാഹസികതകൾ, ഒരു ആൽമരത്തിലെ സാഹസികതകൾ, അഡ്വഞ്ചേഴ്സ്, സാഹസികതകൾ. ബാനിയൻ ട്രീ, ആൽമരം. നമ്മൾ ആൽമരം കാണാത്തവരായിട്ട് ആരുമില്ല. ഇറ്റ്സ് എ വെരി പോപ്പുലർ ട്രീ. ഒരുപാട് ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള എന്താ പറയുക, പ്രാധാന്യമുള്ള ഒരു മരമാണ് ബാനിയൻ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ആൽമരത്തിലെ സാഹസികതകൾ, റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ചാപ്റ്റർ. യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ഓപ്പൺ ഇറ്റ്. നമുക്ക് ഒന്നാമത്തെ പാരഗ്രാഫ് തുടങ്ങാം. ഈ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ, ഒരു ആൽമരത്തിലെ സാഹസികതകൾ എന്ന് പറയുന്ന സ്റ്റോറിയുടെ ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് തുടങ്ങാം. നന്നായിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ ശ്രദ്ധിച്ചിരിക്കുക. ഓരോ സെൻറ്റൻസും വിത്ത് മീനിങ്സോടുകൂടി ഞാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾ മീനിങ്സ് അവിടെ എഴുതിയെടുക്കുക. പിന്നെ ഒരു പാരഗ്രാഫിന് ശേഷം ആ ഒരു പാരഗ്രാഫിലെ പ്രധാനപ്പെട്ട വേർഡ്സുകളും അതിൽ മീനിങ്സും ഞാൻ പറയും. അതൊന്നും നിങ്ങളതിനെക്കുറിച്ച് യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. സോ ഐ വിൽ എക്സ്പ്ലെയിൻ ഈച്ച് പാരഗ്രാഫ് വെൽ. അതുകൊണ്ട് വളരെ നന്നായി ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ആരംഭിക്കുകയാണ്. ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം. നരേറ്റർ, ഈ കഥയിലെ നരേറ്റർ പറയുന്നു. നരേറ്റർ ഈസ് എ ബോയ്. ഹി സേസ്, ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഞങ്ങളുടെ വീടിൻ്റെ സ്ഥലവും ആ വീടും വേർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ. ഗ്രാൻഡ് ഫാദറിൻ്റെ, നരേറ്റർ പറയുന്നു, ഗ്രാൻഡ് ഫാദറിൻ്റെ, എൻ്റെ ഗ്രാൻഡ് പേയുടെ അധീനതയിലാണെങ്കിലും കൈവശമാണെങ്കിലും, ദ മെഗ്നിഫിഷ്യൻ്റ് ഓൾഡ് ബനിയൻ ട്രീ. ആ ഗ്രാൻഡ് പേയുടെ വീട്ടിൽ എന്തുണ്ട്? ആ വീടിൻ്റെ സ്ഥലത്ത് എന്തുണ്ട്? ഒരു മെഗ്നിഫിഷ്യൻ്റ് ഓൾഡ് ബനിയൻ ട്രീ. വളരെ മഗ്നിഫിഷ്യൻ മീൻസ് വെരി ബ്യൂട്ടിഫുൾ, പ്രെറ്റി ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയും. വളരെ മനോഹരമായ ഒരു പ്രായം ചെന്ന ഒരു പഴയ ഒരു ആൽമരമുണ്ട്. വാസ് മൈൻ, അത് എൻ്റേതായിരുന്നു. ചീഫ്ലി, മെയിൻലി, പ്രധാനമായിട്ടും. ബിക്കോസ്, എന്താ കാരണം? എന്തുകൊണ്ടാണ് നരേറ്റർ അങ്ങനെ പറയാൻ കാരണം? ഞങ്ങളുടെ നാട്ടിലെ ഗ്രാൻഡ് ഫാദറിൻ്റെ, ഞങ്ങളുടെ നാട്ടിലെ വീടും അതുപോലെ തന്നെ ആ സ്ഥലവുമൊക്കെ ഗ്രാൻഡ് ഫാദറിൻ്റെതായിരുന്നു. പക്ഷേ ആ സ്ഥലത്ത് നിൽക്കുന്ന പ്രായം കൂടിയ ഒരു ആൽമരം എൻ്റേതായിരുന്നു എന്നാണ് ഒന്നാമത്തെ സെന്റൻസ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നരേറ്റർ തന്നെ പറയുന്നു, ബിക്കോസ്, കാരണം ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65, 65 വയസ്സുള്ള ഗ്രാൻഡ് ഫാദറിന് കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. ആ ആൽമരത്തിന്റെ മുകളിൽ കയറാൻ കഴിയില്ല. അതുകൊണ്ട് കുട്ടിയായ നരേറ്റർക്ക് എത്ര വേഗത്തിലും ഏത് സമയത്തും എന്ത് ചെയ്യാം? ആ ആൽമരത്തിന്റെ മുകളിലേക്ക് കയറാം. അതുകൊണ്ട് ആ ആൽമരം എൻ്റേതായിരുന്നു. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം. എൻ്റെ ഗ്രാൻഡ് പേയെ കളിയാക്കുമായിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട്, എന്ത്? ഗ്രാൻഡ് പക്ക് ആൽമരത്തിന്റെ മുകളിലേക്ക് കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്. ആൻഡ് വുഡ് സ്പീക്ക്, എൻ്റെ ഗ്രാൻഡ്മ സംസാരിക്കുമായിരുന്നു ഓഫ് എ സർട്ടൻ കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട്. ഡെസ്മോണ്ട് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു രാജകുമാരിയെ കുറിച്ച്. കൗണ്ടസ് എന്ന് പറഞ്ഞാൽ വൈഫ് ഓഫ് കൗണ്ട് എന്നാണ്, പ്രഭുവിൻ്റെ ഭാര്യ. മെയിൽ ആൻഡ് ഫീമെയിൽ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാകും അല്ലേ? പ്രിൻസ്, പ്രിൻസസ്, രാജകുമാരൻ, രാജകുമാരി, കൗണ്ട്, കൗണ്ടസ്. അപ്പോൾ കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട് എന്ന് പറയുന്ന സ്ഥലത്തെ
ഒരു പ്രഭുവിൻ്റെ ഭാര്യയെ കുറിച്ചിട്ട് സംസാരിക്കുമായിരുന്നു എൻ്റെ ഗ്രാൻഡ്പയോട്. ആരാണ് ഈ കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട്? ആൻഡ് ഇംഗ്ലീഷ് വുമൺ, ഒരു ഇംഗ്ലീഷുകാരിയായ സ്ത്രീയാണ്. ഹു ലിവ്ഡ് ടു ദ ഏജ് ഓഫ് 117. ആ ഒരു ഇംഗ്ലീഷ് വുമൺ 117 വയസ്സുവരെ ജീവിച്ചു. ആൻഡ് വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ, ആ 117ാമത്തെ വയസ്സിൽ മരിച്ചു. പക്ഷേ ആൻഡ് വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ, അതിനേക്കാൾ പ്രായത്തിലും അല്ലെങ്കിൽ 117 വയസ്സിനേക്കാൾ കൂടുതലും ജീവിക്കുമായിരുന്നു. ഇഫ് ഷീ ഹാഡ് ഇൻ ഫാളൻ, ആ ഒരു കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വുമൺ വീണിട്ടില്ലായിരുന്നുവെങ്കിൽ വൈൽ ക്ലൈംബിംഗ് ആൻ ആപ്പിൾ ട്രീ, ഒരു ആപ്പിൾ മരത്തിലേക്ക് കയറുന്ന സമയത്ത്. അപ്പോൾ വാട്ട് ഹാപ്പൻഡ് ടു ദ കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട്? എന്താണ് ആ സ്ത്രീക്ക് സംഭവിച്ചത്? വളരെ തമാശയായിട്ട് ഗ്രാൻഡ്പയെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ്മ പറയുന്നതാണ്. എന്ത്? കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ടിലെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു രാജകുമാരി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 117 വയസ്സ് വരെ ജീവിച്ചു. ആ ഒരു സ്ത്രീ എന്ത് ചെയ്തു? 117ാമത്തെ വയസ്സിൽ ഒരു ആപ്പിൾ മരത്തിൻ്റെ മുകളിലേക്ക് കയറിയ സമയത്ത് വീണു. അപ്പോൾ ഇത് വീണ് മരിച്ചു. അങ്ങനെ കയറിയിട്ടില്ലായിരുന്നുവെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കാലം ജീവിക്കുമായിരുന്നു എന്ന് ഗ്രാൻഡ്പയോട് കളിയാക്കിക്കൊണ്ട് പറയാറുണ്ട്. ഓക്കെ, നമ്മുടെ ആൽമരത്തിലേക്ക് നരേറ്റർ വരുന്നു. ദ സ്പ്രെഡിംഗ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ which curved to the ground and took the root again. The spreading branches of the banyan tree, ആ ആൽമരത്തിന്റെ പരന്നു കിടക്കുന്ന കൊമ്പുകൾ, which curved, അതിങ്ങനെ വളഞ്ഞു നിൽക്കുന്നുണ്ട്, to the ground, ഭൂമിയിലേക്ക്, and it took root again, എന്നിട്ട് ഭൂമിയിലേക്ക് വീണ്ടും വേരുകളായി താഴേക്ക് പോയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില റോഡ് സൈഡിലൊക്കെ ഉള്ള ആൽമരത്തിന്റെ മുകളിൽ നിന്ന്, കൊമ്പുകളിൽ നിന്ന് ആ വേരുകൾ താഴോട്ട് വന്നിങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ എന്താ പറയാ, ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയത് കണ്ടിട്ടുണ്ടാവും. അതുപോലെ മാത്രമല്ല ആൻഡ് ഫോമിങ് മെയ്സ് ഓഫ് ആർച്ചസ്, എന്നിട്ട് ആൽമരത്തിന്റെ ചുവട്ടിൽ നിന്ന് വേരുകൾ താഴേക്ക് വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അതൊരു ആർച്ചസ്, ഒരു കമാനം പോലെ അതിശയിപ്പിക്കുന്നുണ്ട്. ഗെയ്വ് മീ, ഈ കാഴ്ചകളൊക്കെ, ഈ ആൽമരത്തിന്റെ ഈ പ്രത്യേകതകളൊക്കെ ഗെയ്വ് മീ, എനിക്ക് നൽകി, എൻഡ്ലെസ് പ്ലഷർ, അറ്റമില്ലാത്ത അവസാനമില്ലാത്ത സന്തോഷം നൽകി. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്, ആ മരം വീടിനേക്കാൾ പ്രായമുള്ളതായിരുന്നു. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ, എൻ്റെ ഗ്രാൻഡ്പയേക്കാൾ പ്രായമുണ്ടായിരുന്നു ആ മരത്തിന്. എന്തിനേറെ പറയുന്നു? ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡെഹ്റ എന്ന് പറയുന്ന ടൗണിനേക്കാൾ പ്രായമുണ്ടായിരുന്നു. ഡെഹ്റ എന്ന് പറയുന്നത് എ ടൗൺ ഇൻ ഹിമാചൽ പ്രദേശ്. ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ ഒരു ടൗണാണ് ഡെഹ്റ എന്ന് പറയുന്ന ടൗണിനേക്കാൾ പ്രായമുണ്ടായിരുന്നു ആ ആൽമരത്തിന്. നെസ്ലിംഗ് ലൊക്കേറ്റിംഗ്, ആ ഡെഹ്റ എന്ന് പറയുന്ന ഒരു ടൗൺ നെസ്ലിംഗ് ലൊക്കേറ്റിംഗ് ഇൻ എ വാലി, ഒരു താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിമാലയാസ്, അണ്ടർ ദ ഹിമാലയാസ്, ഹിമാലയ പർവ്വതത്തിന്റെ ചുവട്ടിലായിട്ട് ഒരു താഴ്വരയിലാണ് ആ ഡെഹ്റ എന്ന് പറയുന്ന ടൗൺ സ്ഥിതി ചെയ്യുന്നത്. അതിനേക്കാൾ പ്രായമുണ്ടായിരുന്നു ആ ആൽമരത്തിന്. ആൽമരത്തിന്റെ സവിശേഷതകളാണ്, പ്രത്യേകതകളാണ് ഈ ബോയ് അല്ലെങ്കിൽ നരേറ്റർ ഈ പാരഗ്രാഫിൽ പറഞ്ഞത്. നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോകാം. ഒന്നാമത്തെ പാരഗ്രാഫ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസ്, ഓരോ പാരഗ്രാഫിനും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരുമിച്ച് നിങ്ങൾക്ക് തരുന്നതാണ്. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോകാം. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. ആൽമരത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ ആൽമരം നമ്മുടെ നരേറ്റർക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. സ്ക്വിറൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ അല്ലേ, അണ്ണാനാണ്. എൻ്റെ ആദ്യത്തെ ഏറ്റവും എനിക്ക് പരിചയമുള്ള എൻ്റെ സുഹൃത്ത്, ആ ആൽമരത്തിലെ എൻ്റെ സുഹൃത്ത് ഒരു ചെറിയ അണ്ണാനായിരുന്നു. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. എന്താ പറയുന്നത്? ആർച്ചിങ് ഹിസ് ബാക്ക്, അവൻ്റെ പിൻഭാഗം. ആ അണ്ണാനെ കുറിച്ച്, സ്ക്വിറലിനെ കുറിച്ച് വർണ്ണിക്കുകയാണ്. അവൻ്റെ പിൻഭാഗം ഇങ്ങനെ കേർവ്ഡ് ആണ്, കമാനം പോലെ വളഞ്ഞു നിൽക്കുന്ന അവൻ്റെ പിൻഭാഗം. ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ, വായുവിലേക്ക് ഇങ്ങനെ എന്താ പറയുക, ബ്രീത്ത് ചെയ്യുക. സ്നിഫിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശ്വാസം എടുക്കുക, വായുവിൽ ഇങ്ങനെ മൂക്ക് കൊണ്ട് ശ്വാസം എടുക്കുക, അതിനാണ് സ്നിഫിങ് ഇൻ ടു ദ എയർ. ഇവൻ്റെ പ്രത്യേകത പറയാം, സ്ക്വിറലിൻ്റെ പ്രത്യേകതകൾ പറയാം. അങ്ങനെ വായുവിൽ നിന്ന് ഇങ്ങനെ ശ്വാസം എടുക്കുന്ന ആർച്ച് പോലെയുള്ള, കമാനം പോലെയുള്ള ബാക്ക്, പുറകുവശമുള്ള ആ ഒരു സ്ക്വിറൽ, ആ ഒരു അണ്ണാൻ, ഹി സീംഡ്, അവനെ തോന്നിച്ചു, അറ്റ് ഫസ്റ്റ്, ആദ്യം, ടു റിസൈൻഡ്, ഇഷ്ടപ്പെടാത്തതായിട്ട്, മൈ ഇൻവേഷൻ, എൻ്റെ കടന്നുകയറ്റം അല്ലെങ്കിൽ എൻ്റെ പ്രവേശനം, ഓഫ് ഹിസ് പ്രൈവസി, അവൻ്റെ സ്വകാര്യതയിലേക്ക്.
ഞാൻ ആ ആൽമരത്തിനെ നരേറ്റർ പറയുന്നു, ആ ആൽമരത്തിലേക്ക് ഞാൻ കയറി ചെല്ലുന്നത്, ആ ആൽമരമാണ് ആ സ്ക്വിരലിന്റെ വാസസ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ അവന്റെ പ്രൈവസിയിലേക്ക്, ആൽമരത്തിലേക്ക് ഞാൻ ചെല്ലുന്നത് അവന് ഇഷ്ടമില്ല എന്ന് എനിക്ക് ആദ്യം തോന്നി. പക്ഷേ when he found that, അവൻ കണ്ടെത്തിയപ്പോ അല്ലെങ്കിൽ അവൻ മനസ്സിലാക്കിയപ്പോ I did not harm myself, ഞാൻ ഉപദ്രവിക്കുകയില്ല. did not harm myself, ഞാൻ സ്വയം ഉപദ്രവിക്കുകയില്ല with a catapult. കാറ്റപ്പൾട്ട് എന്ന തെറ്റാലി എന്ന് പറയാം. നമ്മളൊക്കെ നാട്ടിൽ പറയുന്ന കവണ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? കല്ലൊക്കെ ഉപയോഗിച്ചിട്ട് പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ പിന്നെ ഷൂട്ട് ചെയ്യുന്ന ഒരു സാധനം കാറ്റപ്പൾട്ട്, തെറ്റാലി അല്ലെങ്കിൽ കവണ. അപ്പോ പക്ഷേ വെൻ ഹി ഫൗണ്ട്, ആ അണ്ണാൻ മനസ്സിലാക്കിയപ്പോ ദാറ്റ് I did not harm myself with a catapult or അല്ലെങ്കിൽ എയർ ഗൺ, ഒരു തോക്ക് കൊണ്ട്, എയർ ഗണ്ണ് കൊണ്ട് അല്ലെങ്കിൽ ഒരു തെറ്റാലി കൊണ്ട് ഞാൻ അവനെ ഉപദ്രവിക്കുകയില്ല എന്നവൻ മനസ്സിലാക്കിയപ്പോ he became friendlier, അവൻ എൻ്റെ സുഹൃത്തായി മാറി. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ്, ഞാൻ ആരംഭിച്ചപ്പോൾ, ലീവിങ് ഹിം പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്, ഞാൻ അവന് ബിസ്ക്കറ്റുകളുടെയും അതുപോലെ തന്നെ കേക്കിന്റെയും കഷ്ണങ്ങൾ ഞാൻ അവന് കൊടുക്കാൻ ആരംഭിച്ചപ്പോ he grew bolder, ഭക്ഷണം നന്നായി കിട്ടിയപ്പോൾ എന്തായി മാറി? അവൻ ബോൾഡറായി മാറി, ഉഷാറായി മാറി, സ്ട്രോങ്ങറായി മാറി. And finally became familiar enough to take food from my hands. അങ്ങനെ they became so friends, they became thick friends. ആദ്യമൊക്കെ വളരെ മാറി നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും സ്ക്വിരൽ നമ്മുടെ ബോയിയോട്, നരേറ്ററോട് നന്നായി അടുത്തു. നോക്കൂ, കാരണം ബിസ്ക്കറ്റ്സുകൾ കൊടുത്തു, കേക്കുകളൊക്കെ ഈ ആൽമരത്തിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ബോയ് കൈ പിടിച്ചിട്ട് കൊടുക്കും. അവർ വളരെയധികം സുഹൃത്തുക്കളായി. എത്രയധികം? ഫൈനലി ബിക്കെയിം ഫെമിലിയർ, ആ സ്ക്വിരൽ വളരെയധികം പരിചയമുള്ളവനായി മാറി. ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്, എൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം എടുത്തു കഴിക്കാൻ പോലും അവൻ ഒരു പരിചയമുള്ള, അത്രത്തോളം സുഹൃത്തായി മാറി. നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. ബിഫോർ he was delving into my pockets and helping himself to whatever he could find. ഒരു സെന്റൻസും നിങ്ങൾ വിടാൻ പാടില്ല. ഓരോ സെന്റൻസും ഞാൻ എങ്ങനെയാണോ വായിച്ചു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയണം? വായിക്കാൻ കഴിയണം. വിത്ത് മീനിങ്സ്, കോംപ്രഹെൻഷൻ റീഡിംഗ്. ഓക്കെ, ഒരു ആശയമല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത്, ഓരോ സെന്റൻസും മീനിങ്സോടുകൂടി വായിക്കാൻ കഴിയും. കാരണം പരീക്ഷയ്ക്ക് ഓരോ പാരഗ്രാഫിൽ നിന്ന് തന്നിട്ടും അതിൽ നിന്നുള്ള അതിൻ്റെ ഉള്ളിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ബിഫോർ ലോങ് he was delving into my pockets. Before long, കുറേ മുമ്പ് തന്നെ he was delving, അവൻ തിരയുന്നുണ്ടായിരുന്നു, സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു into my pockets. എൻ്റെ പോക്കറ്റിൽ എന്തെങ്കിലും അവന് കഴിക്കാൻ കിട്ടുമോ നോക്കുകയാണ്. നരേറ്ററുടെ, ബോയിയുടെ പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് അവൻ സെർച്ച് ചെയ്യുമായിരുന്നു, തിരയുമായിരുന്നു, അന്വേഷിക്കുമായിരുന്നു. ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ്, സെക്കൻഡ് സെന്റൻസ് പറയുന്നുണ്ട് കണ്ടോ? ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ്, അവൻ സ്വയം അവനെ സഹായിക്കുമായിരുന്നു സ്ക്വിരൽ. എങ്ങനെ? ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്, അവൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമോ എന്ന് അവൻ സ്വയം അവനെ തന്നെ സഹായിക്കാറുണ്ട്. സ്ക്വിരലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, നരേറ്റർ, ബോയിയായ നമ്മുടെ നരേറ്റർ ആൽമരത്തിന്റെ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ആ സ്ക്വിരൽ എന്ത് ചെയ്യും? ബോയിയുടെ പോക്കറ്റിലേക്ക് വന്നിട്ട് ആ പോക്കറ്റിൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാറുണ്ട്. ആർ ഇറ്റ് ക്ലിയർ? ഓക്കെ, ഹി വാസ് വെരി യങ് സ്ക്വിരൽ. അണ്ടർലൈൻ ചെയ്യണേ, ഈ ഒരു സെന്റൻസ് ഞാൻ പറയുന്നത് അണ്ടർലൈൻ ചെയ്യണം. he was a very young squirrel and his friends and relatives probably thought him headstrong and foolish for trusting a human. ഈ ഒരു സെന്റൻസ് പറയുന്നത് നമ്മുടെ മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ്. നോക്കൂ, നരേറ്റർ പറയുന്നു he was a very young squirrel, അവൻ വളരെയധികം ചെറിയ ഒരു അണ്ണാൻ കുഞ്ഞായിരുന്നു. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, അവൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും പ്രോബബ്ലി തോട്ട്, തീർച്ചയായിട്ടും ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. എന്ത് ചിന്തിച്ചിട്ടുണ്ടാവാം? ഹിം, ഈ സ്ക്വിരലിനെ കുറിച്ചിട്ട് ഹെഡ് സ്ട്രോങ്, ഒരു സ്റ്റബോൺ ആണ്, ഇവനൊരു തന്നിഷ്ടക്കാരനാണ്. ആൻഡ് ഫൂളിഷ്, ഈ ഒരു സ്ക്വിരൽ ഒരു വിഡ്ഢിയാണ്. ഫോർ ട്രസ്റ്റിംഗ് ഹ്യൂമൻ, ഒരു മനുഷ്യനെ വിശ്വസിച്ചതിൽ ഇവൻ ഒരു വിഡ്ഢിയാണ്, ഒരു തന്നിഷ്ടക്കാരനാണ് എന്ന് ഈ സ്ക്വിരലിൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ചിന്തിച്ചിട്ടുണ്ടാവാം. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക നിങ്ങൾക്ക് മനസ്സിലായോ? മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് അതാണ്, നമ്മൾ മനുഷ്യന്റെ സ്വഭാവം അതാണ് അല്ലേ? നമ്മളൊക്കെ പലപ്പോഴും ചെയ്തിട്ടില്ലേ? ഒരു പക്ഷിയെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാക്കയെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു ഡോഗിനെ, എന്തിനേറെ പറയുന്നു, നമ്മളൊന്നും ചെയ്യാതെ അപ്പുറത്ത് കൂടെ പോകുന്ന ഒരു ഡോഗിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും?
വാട്ട്സ് അവർ ടെൻഡൻസി? നമ്മൾ കല്ലെടുത്തിട്ട് എറിയും, അല്ലെങ്കിൽ അതിനെ പിടിക്കാൻ നോക്കും. അപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പാരഗ്രാഫ് പറയുന്നത്. നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കണേ, ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. എങ്ങനെയാണോ നിങ്ങൾ ക്ലാസ്സിലിരുന്ന് നിങ്ങൾ നോക്കുന്നത് അതേ സീരിയസ്നെസ്സോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കണം, എന്നാലേ മനസ്സിലാകും. ഓക്കെ. ഇൻ ദ സ്പ്രിംഗ് when the banyan tree was full of small red figs, birds of all kinds would flock into the branches. നോക്കൂ, ആൽമരത്തിനെ കുറിച്ചിട്ട് തന്നെയാണ് നരേറ്റർ പറയുന്നത്. ഇൻ ദ സ്പ്രിംഗ് സീസൺ അല്ലെ, വസന്തകാലം വരുമ്പോൾ, when the banyan tree was full of small red figs, വസന്തകാലം വരുമ്പോൾ എന്താണ് ആൽമരത്തിൽ വരുന്ന മാറ്റം? when the banyan tree was full of, banyan ട്രീയിൽ ആൽമരത്തിൽ മുഴുവനായിട്ടും small red figs, ചെറിയ ചുവന്ന പഴങ്ങൾ അതിൽ നിറയെ ഉണ്ടാകും. ആ സമയത്ത് എന്താ സംഭവിക്കുക? ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ്, പലതരത്തിലുള്ള പക്ഷികൾ വുഡ് ഫ്ലോക്ക്, കൂട്ടമായി പറന്നു വരും, ഇൻ ടു ബ്രാഞ്ചസ്, ആ ആൽമരത്തിന്റെ കൊമ്പുകളിലേക്ക്. ഏതൊക്കെ പക്ഷികളാണ് നോക്കൂ കുട്ടികളെ? ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ, അത് പക്ഷിയുടെ പേരാണ്, റെഡ് ബോട്ടംഡ് ബുൾബുൾ. അതുപോലെ തന്നെ ചിയർഫുൾ ആൻഡ് ഗ്രീഡി, ആ പക്ഷികളെ കുറിച്ച് പറയാണ്. ചിയർഫുൾ, ഹാപ്പി ആൻഡ് ഗ്രീഡി, ഈ പഴം കഴിക്കാൻ വേണ്ടി ആർത്തിയോടെ സന്തോഷത്തോടു കൂടി വരുന്ന റെഡ് ബോട്ടംഡ് ബുൾബുൾ. രണ്ടാമത്തതോ ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്. രണ്ടാമത്തെ പക്ഷിയുടെ ഓരോ പക്ഷിയുടെ പേരുകളാണ് പറയുന്നത്. ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്. ആൻഡ് പാരറ്റ്സ്, പാരറ്റ്സ് നമുക്കറിയാം തത്തകളാണ്. ആൻഡ് ക്രോസ്, കാക്കകൾ. ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? സ്ക്വാബ്ലിംഗ്, ഒരു ന്യൂ വേർഡാണ് അവിടെ, സ്ക്വാബ്ലിംഗ്, മേക്കിംഗ് നോയ്സ് എന്നർത്ഥം. പരസ്പരം ശബ്ദമുണ്ടാക്കുന്നു. സ്ക്വാബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ശബ്ദമുണ്ടാക്കുന്നു. വിത്ത് ഈച്ച് അതർ, പരസ്പരം. ഓൾ ദ ടൈം, ഓൾവേസ്, എല്ലായ്പ്പോഴും. കൂട്ടത്തോടുകൂടി പക്ഷികൾ ഈ പഴം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ആൽമരത്തിന്റെ കൊമ്പുകളിലേക്ക് പറന്നു വരും. അവിടെ നമ്മൾ പുതിയൊരു വേർഡ് പഠിക്കുന്നുണ്ട്, ഫ്ലോക്ക്. ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് എന്നാണ്. ഓക്കെ. ഫ്ലീറ്റ് എന്ന വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എ ഗ്രൂപ്പ് ഓഫ് ഷിപ്സ് ആണ്. ഗ്യാങ് എന്ന വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എ ഗ്രൂപ്പ് ഓഫ് തീവ്സ് ആണ്. ട്രൂപ്പ് എന്ന വാക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ട്രൂപ്പ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ്. അപ്പോൾ ഒരു കൂട്ടത്തിന് പറയുന്ന ഒരുപാട് വേർഡുകളുണ്ട് ഗ്രൂപ്പിന്. ഫോർ എക്സാമ്പിൾ മോബ് എന്ന വാക്ക് എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. ഓക്കെ, ഞാൻ സാന്ദർഭികമായി പറഞ്ഞെന്നുള്ളൂ. നമ്മുടെ പാരഗ്രാഫിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ആൽമരം ചുവന്ന പഴങ്ങളെ കൊണ്ട് നിറയുമ്പോൾ ആ ആൽമരത്തിലേക്ക് ആ പഴം കഴിക്കാൻ വേണ്ടി ഒരുപാട് പക്ഷികൾ വരും. അവരെന്ത് ചെയ്യും? സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം, എല്ലാ സമയത്തും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഡ്യൂറിങ് ദ ഫിഗ് സീസൺ, ഫിഗ് എന്ന പഴം, ഡ്യൂറിങ് ദ ഫിഗ് സീസൺ, ആ ഒരു പഴമുണ്ടാകുന്ന ആ ഒരു സീസണിൽ എന്ത് ചെയ്യുന്നു? ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്, ആ വഴിയിലെ ഏറ്റവും ശബ്ദമുള്ള ഒരു സ്ഥലമായി ആ ആൽമരം മാറുന്നു. മക്കളെ, നമ്മൾ ഇതുവരെ പാരഗ്രാഫ് പറഞ്ഞത് ആൽമരത്തിന്റെ പ്രത്യേകതകളാണ്, ആൽമരത്തിന്റെ ഫീച്ചേഴ്സ് ഓഫ് ദ ബനിയൻ ട്രീ. എന്തൊക്കെയാണ് അതിൽ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് അതിലുള്ളത്, ആരൊക്കെയാണ് വിസിറ്റേഴ്സ്, ആരൊക്കെയാണ് ആൽമരത്തിലേക്ക് വരുന്നത് എന്നാണ്. നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. എന്താണ് ആ പാരഗ്രാഫ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹാഫ് വേ അപ്പ് ദ ട്രീ ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം. നരേറ്റർ പറയുന്നു, ബോയ് പറയുന്നു, ഹാഫ് വേ അപ്പ് ദ ട്രീ, ആ ആൽമരത്തിന്റെ നടുവിലായിട്ട് ഐ ഹാഡ് ബിൽറ്റ്, ഞാൻ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ബിൽറ്റ്, നമ്മൾ പഠിക്കൂട്ടോ, ഹാഡ്, ഹാസ്, ഹാവ് പ്ലസ് ഹാസ്, ഹാവ്, ഹാഡ് പ്ലസ് V3, അതാണ് ബിൽറ്റ്. V1, V2, V3, അത് നമ്മൾ പിന്നീട് അടുത്ത വീഡിയോകളിലായിട്ട് നമ്മൾ പഠിക്കും. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞുള്ളൂ. ഓക്കെ. ഹാഫ് വേ അപ്പ് ദ ട്രീ, ആ ആൽമരത്തിന്റെ നടുവിലായിട്ട് ഐ ഹാഡ് ബിൽറ്റ്, ഞാൻ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. എ സ്മോൾ പ്ലാറ്റ്ഫോം, ഒരു ചെറിയ ഒരു ഇരിപ്പിടം. ഓൺ വിച്ച്, ആ പ്ലാറ്റ്ഫോമിൽ ഐ വുഡ് ഓഫൻ സ്പെൻഡ്, ഞാൻ പലപ്പോഴും ചെലവഴിക്കുമായിരുന്നു. ദ ആഫ്റ്റർനൂൺസ്, വൈകുന്നേരങ്ങൾ. എപ്പോ? വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട്, വളരെയധികം ചൂടില്ലാതിരിക്കുന്ന സമയത്ത്. കാലാവസ്ഥ ചൂട് ഇല്ലാതിരിക്കുന്ന, ഹോട്ട് അല്ലാതിരിക്കുന്ന സമയത്ത് എൻ്റെ വൈകുന്നേരങ്ങൾ ഞാൻ ആ ആൽമരത്തിൻ്റെ ആ കൊമ്പുകളിൽ തയ്യാറാക്കിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെലവഴിക്കുമായിരുന്നു. ഐ കുഡ് റീഡ് ദർ. വെറുതെ ആൽമരത്തിൻ്റെ മുകളിൽ കയറി വെറുതെ ഇങ്ങനെ കയറിയിരിക്കാനാണോ? ഊഞ്ഞാല് കെട്ടി ആടാനാണോ? അല്ല. ബോയ് എന്താ ചെയ്യുന്നത്? ബോയ് പറയുന്നു, ഐ കുഡ് റീഡ് ദർ, ഞാൻ ആ ഇരിപ്പിടത്തിൽ, ആൽമരത്തിൻ്റെ മുകളിലുള്ള ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു.
പ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചാരിയിരിക്കുക. പ്രോപ്പിംഗ് മൈ സെൽഫ് അപ്പ്, ഞാൻ സ്വയം ചാരിയിരിക്കുമായിരുന്നു എഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ. ബോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മരത്തിൻ്റെ സ്റ്റെം എന്നൊക്കെ പറയും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സ്റ്റെം. ബോൾ ഓഫ് ദ ട്രീ, മരത്തിൻ്റെ എന്താ പറയുക, കൊമ്പിലേക്ക് ഞാൻ എന്ത് ചെയ്യായിരുന്നു, സ്വയം ചാരിയിരുന്നു കൊണ്ട് ഞാൻ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. വിത്ത് കുഷ്യൻസ് ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം. ആ ചാരിയിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രോയിങ് റൂമിൽ നിന്ന് ഞാൻ എന്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, കുഷ്യൻസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ട്രഷർ ലാൻഡ്. ഇനി കുട്ടി പറയാണ്, ബോയ് പറയുന്നു, നരേറ്റർ പറയുന്നു, വാട്ട് കൈൻഡ്സ് ഓഫ് ബുക്സ് ഹി യൂസ് ടു റീഡ് ദർ. ഏതൊക്കെ തരത്തിലുള്ള പുസ്തകങ്ങളാണ് അവൻ വായിച്ചത്? ട്രഷർ ലാൻഡ്, അണ്ടർലൈൻ ചെയ്യണേ. ട്രഷർ ലാൻഡ്, ഹക്കിൾബറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോസ് ആൻഡ് ലൂസിയ മേ ആൽകോട്ട് എന്നീ പുസ്തകങ്ങളൊക്കെ ഞാൻ അവിടെ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്നീ പുസ്തകങ്ങൾ മെയ്ഡ് അപ്പ് മൈ ബാഗ്. മെയ്ഡ് അപ്പ് മൈ ബാഗ് പറഞ്ഞാൽ ഇൻവോൾവ്ഡ്, ഉൾപ്പെട്ടു, ഓഫ് വെരി മിക്സ്ഡ് റീഡിങ്. എൻ്റെ മിക്സ്ഡ് റീഡിങ് എന്ന് പറഞ്ഞാൽ, മിക്സ്ഡ് റീഡിങ് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ബുക്സ്, വ്യത്യസ്തമായ എൻ്റെ പുസ്തകങ്ങളുടെ ശേഖരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളായിരുന്നു ഇത്. ട്രഷർ ലാൻഡ്, ഹക്കിൾബറി ഫിൻ, അതുപോലെ തന്നെ മൗഗ്ലി സ്റ്റോറീസ്, നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോസ്, ലൂസിയ മേ ആൽകോട്ട് എന്നീ പുസ്തകങ്ങൾ. ഇതൊക്കെ ഞാൻ ആൽമരത്തിൻ്റെ മുകളിൽ പോയി ഇരിക്കുന്ന പുസ്തകങ്ങളിൽ പെട്ടതായിരുന്നു എന്ന് ആണ് നമ്മുടെ നരേറ്റർ പറയുന്നത്. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള പാരഗ്രാഫുകളിലെ പ്രധാനപ്പെട്ട വേർഡ്സുകളും അതിൻ്റെ മീനിങ്സുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ നോട്ട്സിൽ നിങ്ങൾ എഴുതിയെടുക്കുക. ഡൊമൈൻ എന്ന വാക്കിൻ്റെ അർത്ഥം ബിലോങ് ടു എന്നാണ്. കൈവശമുള്ള അല്ലെങ്കിൽ അധീനതയിലുള്ള എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ വേർഡ് മെഗ്നിഫിഷ്യൻറ്റ്, വെരി ബ്യൂട്ടിഫുൾ, വളരെയധികം മനോഹരമായ. 3 കൗണ്ടസ്, ക്യൂൻ അല്ലെങ്കിൽ വൈഫ് ഓഫ് ഡ്യൂക്ക്, രാജ്ഞി അല്ലെങ്കിൽ ഒരു പ്രഭുവിൻ്റെ ഭാര്യ. നെക്സ്റ്റ് മെയ്സ്. മെയ്സ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് അല്ലെങ്കിൽ ചുറ്റി നിൽക്കുന്ന, വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്ന, വള്ളികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്ന, അതാണ് അതിൻ്റെ മെയ്സ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. റിസെൻറ്റ്. റിസെൻറ്റ് എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് ഡിസ്ലൈക്ക്, ഇഷ്ടമില്ലാത്ത. ഇൻവേഷൻ, കടന്നുകയറ്റം. കാറ്റപ്പൾട്ട്, കവണ അല്ലെങ്കിൽ തെറ്റാലി. ഡെൽവിങ്. ഡെൽവിങ് എന്ന് പറഞ്ഞാൽ സെർച്ചിങ്, തിരയുക. ഹെഡ് സ്ട്രോങ്. ഹെഡ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ സ്റ്റബോൺ അല്ലെങ്കിൽ തന്നിഷ്ടം, സ്വന്തം ഇഷ്ടമുള്ളത് ചെയ്യുക. ട്രസ്റ്റ്, വിശ്വസിക്കുക. സ്ക്രാബ്ലിംഗ്, മേക്കിംഗ് നോയ്സ് അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കുക. പ്രോപ്പിംഗ്, ചാരിയിരിക്കുക. ഇതാണ് ഇതുവരെ പറഞ്ഞ പാരഗ്രാഫുകളിലെ മീനിങ്സ്. ഈ മീനിങ്സ് നിങ്ങൾ എഴുതിയെടുക്കണം, നന്നായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് ഒരു ഡിക്ഷണറിയും നിങ്ങൾ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ടെക്സ്റ്റിലുള്ള എല്ലാ ചാപ്റ്ററുകളിൽ നിന്നുള്ള മീനിങ്സ് നിങ്ങൾക്ക് ഇതുപോലെ തരും. ആ മീനിങ്സ് നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ എഴുതാനുള്ള വൊക്കാബുലറീസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് V1, V2 ആൻഡ് V3 ഓഫ് ദ പാരഗ്രാഫ്സ് ടേക്കൺ. ഇതുവരെ നമ്മൾ എടുത്തിട്ടുള്ള പാരഗ്രാഫുകളിലെ V1, V2, V3 ആണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്തുകൊണ്ടാണ് ഈ V1, V2, V3 ഇതിൽ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നമുക്ക് ഒരുപാട് ഗ്രാമാറ്റിക്കൽ ഐറ്റംസ് പഠിക്കാനുണ്ട്. റിപ്പോർട്ട് സ്പീച്ച്, ക്വസ്റ്റൻ ടാഗ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എക്സെട്ര. ഏത് ഗ്രാമാറ്റിക്കൽ ഐറ്റം, ഗ്രാമർ പഠിക്കുമ്പോഴും നമുക്ക് ഈ V1, V2, V3, ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതുതന്നെയാണ് V1, V2, V3. V1 ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ്, V2 സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ്, V3 തേർഡ് ഫോം ഓഫ് ദ വേർബ്. അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓരോ ചാപ്റ്റർ, ഓരോ ഭാഗം എടുക്കുമ്പോഴും, ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ശേഷം ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പം നമ്മൾ അറിയാതെ തന്നെ എന്ത് ചെയ്യും, നമ്മൾ ഓരോന്ന് പഠിച്ചു പോകും. അതാണ് നമ്മളിവിടെ പറയുന്നത്. ഇതുവരെ എടുത്തിട്ടുള്ള പാരഗ്രാഫുകളിലെ V1, V2, V3 ആണ് നമ്മൾ പഠിക്കുന്നത്. V1, V2 ആൻഡ് V3. V1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ്, V2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ്, V3 എന്ന് പറഞ്ഞാൽ തേർഡ് ഫോം ഓഫ് ദ വേർബ്. ഇത് ഏതിന് ഈക്വൽ ആണ്? സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഇതിലുള്ള പ്രധാനപ്പെട്ടുള്ള വേർഡ്സുകൾ പറയുന്നു. ക്ലൈംബ്, ക്ലൈംബ്ഡ്, ക്ലൈംബ്ഡ്. ഓക്കെ, എഴുതിയെടുക്കണം. നിങ്ങൾ ഇത് നോക്കിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട്സിലേക്ക് നിങ്ങൾ എഴുതിയെടുക്കണം. 3 കോളായിട്ട് വരക്കണം. ഒന്നാമത്തെ കോളത്തിന് മുകളിൽ V1 ഉണ്ടാവും, V2 ഉണ്ടാവും, V3 ഉണ്ടാവും. ക്ലൈംബ്, ക്ലൈംബ്ഡ്, ക്ലൈംബ്ഡ്.
Second one, speak, spoke, spoken. Tease, teased, teased. Live, lived, lived. Spread, spread, spread. മൂന്ന് ഒന്ന് തന്നെയാണ്. V1, V2, V3 ഒന്ന് തന്നെയാണ്. നോ ചേഞ്ച്. നെക്സ്റ്റ്, take, took, taken. Find, found, found. Leave, left, left. Become, became, become. Think, thought, thought. Trust, trusted, trusted. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളൊക്കെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഗ്രാമാറ്റിക്കൽ യൂസേജിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒന്നല്ല. നമ്മുടെ 1ാമത്തെ പാരഗ്രാഫിലുള്ള ഒരു സെന്റൻസ് തന്നെ ഉണ്ട്. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം അബൌട്ട് ദിസ്. ഗ്രാൻഡ് മദർ ഗ്രാൻഡ് പേയെ ഇതിന് വെച്ചിട്ട്, അതായത് നമ്മൾ പഠിച്ചു ആ ഒരു ആൽമരത്തിൽ കയറാൻ കഴിയില്ല എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് കളിയാക്കുക പതിവായിരുന്നു. യൂസ്ഡ് ടു എന്ന ഉപയോഗത്തെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. യൂസ്ഡ് ടു ഈസ് യൂസ്ഡ് ടു ഷോ ദ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ. അതായത് പണ്ട് അല്ലെങ്കിൽ മുമ്പ് പതിവായി നടന്നുകൊണ്ടിരിക്കുന്ന, സംഭവിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ്ഡ് ടു എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാകും. ഐ യൂസ്ഡ് ടു പ്ലേ ക്രിക്കറ്റ് വെൻ ഐ വാസ് എ ബോയ്. ഐ യൂസ്ഡ് ടു ക്രിക്കറ്റ് അല്ലെങ്കിൽ ഐ യൂസ്ഡ് ടു പ്ലേ ഫുട്ബോൾ. ഞാൻ ഫുട്ബോൾ കളിക്കുക പതിവായിരുന്നു. വെൻ ഐ വാസ് എ ബോയ്. ഞാനൊരു കുട്ടിയായിരുന്നു. അപ്പൊ ഞാൻ കുട്ടിയല്ല, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ ഫുട്ബോൾ കളിക്കുക പതിവായിരുന്നു. കുറച്ചു മുമ്പ് അല്ലെങ്കിൽ കുറെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പതിവായി ചെയ്തിരുന്ന ഒരു കാര്യമാണ് എന്ത്? ടു പ്ലേ ഫുട്ബോൾ അല്ലെങ്കിൽ ടു പ്ലേ ക്രിക്കറ്റ്. അപ്പൊ അങ്ങ് പതിവായി ചെയ്തിരുന്ന ഒരു കാര്യത്തെ പറയാനാണ് യൂസ്ഡ് ടു എന്നത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ യൂസ്ഡ് ടു വെച്ചിട്ട് നിങ്ങൾ ഒരു 10 സെന്റൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി തയ്യാറാക്കണം. ഓക്കെ.